രണ്ടാം ഭാഗത്തിൽ രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ, രാഷ്ട്രം എങ്ങനെ രൂപപ്പെട്ടു, പൗരത്വം, അതിൻ്റെ പ്രാധാന്യം എന്നീ 3 കാര്യങ്ങളാണ് നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ. പാശ്ചാത്യ ചിന്തകനായ ജെർമി ബെന്തം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുക എന്നതാണ്. ഗ്രീക്ക് ചിന്തകരായ പ്ലാറ്റോവും അരിസ്റ്റോട്ടിലും രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതലകളായി കണക്കാക്കപ്പെട്ടത് പൗരന്മാരുടെ മെച്ചപ്പെട്ട ജീവിതം സാധ്യമാക്കുക എന്നതാണ്. അതുകൊണ്ടുതന്നെ ആധുനിക കാലത്തും അതിവിപുലമായ ചുമതലകളാണ് രാഷ്ട്രത്തിന് ഉള്ളത്. പൗരൻ്റെ പുരോഗതിയും സുഖകരമായ ജീവിതവും ഉറപ്പുവരുത്തലാണ് രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. ആധുനിക കാലത്ത് രാഷ്ട്രം ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിൽ അധിഷ്ഠിതമാണ്. ജനക്ഷേമകരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് രാഷ്ട്രത്തിൻ്റെ പരമമായ ലക്ഷ്യം. രാഷ്ട്രത്തിന് 2 തരം ചുമതലകളാണ് നിർവഹിക്കാനുള്ളത്. ഒന്ന് നിർബന്ധിതമായ ചുമതല, രണ്ടാമത്തത് വിവേചനപരമായ ചുമതല. നിർബന്ധിതമായ ചുമതലകളിൽ നിന്ന് രാഷ്ട്രത്തിന് മാറി നിൽക്കാൻ കഴിയില്ല. ഈ ചുമതലകൾ നിർവഹിക്കാത്ത പക്ഷം രാഷ്ട്രത്തിൻ്റെയും ജനങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉണ്ടാവും. എന്നാൽ വിവേചനപരമായ ചുമതലകൾ രാഷ്ട്രത്തിൻ്റെ മറ്റ് സാഹചര്യങ്ങൾ, സാമ്പത്തികവും സാമൂഹികവും ഒക്കെയായ സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ മാത്രം ചെയ്യേണ്ടവയാണ്. സ്ക്രീനിൽ കാണുന്ന ചാർട്ട് ശ്രദ്ധിക്കുക. നിർബന്ധിതമായ ചുമതലകൾ എന്തൊക്കെയാണെന്ന് കാണാം. അതിനുശേഷം വിവേചനപരമായ ചുമതലകൾ കാണാം. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി ചുമതലകൾ രാഷ്ട്രം നിർവഹിക്കുന്നു. ജനജീവിതം മെച്ചപ്പെടുത്താനും പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനും രാഷ്ട്രം ശ്രമിക്കേണ്ടതാണ്. പക്ഷേ മറ്റ് ഘടകങ്ങൾ അതിന് സാഹചര്യം ഒരുക്കണം. രണ്ടാമത്തെ ഭാഗം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളാണ്. രാഷ്ട്രം എങ്ങനെയാണ് നിലവിൽ വന്നത് എന്നതിനെ സംബന്ധിക്കുന്ന 4 പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളെ നമ്മൾ പരിചയപ്പെടുക. ഒന്ന്, ദൈവദത്ത സിദ്ധാന്തം. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. രാഷ്ട്രം ദൈവസൃഷ്ടിയാണെന്നും രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും ദൈവത്തോട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ എന്നും ഉള്ള മധ്യകാല സങ്കല്പമാണ് ഈ ദൈവദത്ത സിദ്ധാന്തം. രണ്ടാമത്തത് പരിണാമ സിദ്ധാന്തം. രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണെന്നും സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായി രൂപം കൊണ്ടതാണെന്നും ഈ സിദ്ധാന്തം പ്രഖ്യാപിക്കുന്നു. മൂന്നാമത്തത് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. റൂസോവിൻ്റെ സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി. ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെയാണ് രാഷ്ട്രം നിലവിൽ വന്നത് എന്നും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രാഷ്ട്രം രൂപപ്പെടുത്തിയെടുത്തു എന്നുമാണ് ഈ സിദ്ധാന്തം പറയുന്നത്. നാലാമത്തത് ശക്തി സിദ്ധാന്തം. ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെയാണ് രാഷ്ട്രം രൂപപ്പെട്ടത് എന്ന് ഈ സിദ്ധാന്തം പറയുന്നു. ഈ 4 രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിലും ഏറ്റവും സ്വീകാര്യമായതും പുരോഗമനപരമായതും എന്ന് കണക്കാക്കപ്പെടുന്നത് പരിണാമ സിദ്ധാന്തമാണ്. വിവിധ ഘടകങ്ങളുടെ സ്വാധീനഫലമായി രാഷ്ട്രം രൂപം കൊള്ളുകയും വിവിധ വികാസ പരിണാമങ്ങളിലൂടെ ഇന്നത്തെ രൂപത്തിൽ എത്തുകയും ചെയ്തു എന്നതാണ് ഈ സിദ്ധാന്തം വ്യക്തമാക്കുന്നത്. കുടുംബം, ഗോത്രം, ഗോത്രഭരണം എന്നിവയിൽ തുടങ്ങി നഗരരാഷ്ട്രം, സാമ്രാജ്യത്വ രാഷ്ട്രം, ഫ്യൂഡൽ രാഷ്ട്രം എന്നിങ്ങനെ ഇന്നത്തെ ദേശരാഷ്ട്രം വരെ ഈ പരിണാമം എത്തി നിൽക്കുന്നു എന്നതാണ് ഈ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം. പൊതുവായ ദേശീയ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി രൂപം കൊള്ളുന്നതിനാലാണ് ഇവയെ ദേശരാഷ്ട്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇന്നത്തെ രാഷ്ട്രങ്ങളെ പൊതുവെ ദേശരാഷ്ട്രങ്ങൾ എന്നാണ്
വിളിക്കുന്നത്. രാഷ്ട്രത്തിലെ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ജനങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്തിലുള്ള എല്ലാ ജനങ്ങളും പൗരന്മാരാണോ, അല്ലെങ്കിൽ പൗരന്മാർ ആരാണ് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു രാജ്യം നൽകുന്ന പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയിൽ നമ്മൾ ഏത് രാജ്യത്തിലെ പ്രതിനിധിയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആരാണ് പൗരൻ എന്ന് തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അരിസ്റ്റോട്ടിൽ പറയുന്നു, ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. രാഷ്ട്രവും അവിടുത്തെ ജനങ്ങളും തമ്മിലുള്ള അധികാരബന്ധമാണ് പൗരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൗരത്വം ഒരു വ്യക്തിയെ രാഷ്ട്രീയ അവകാശങ്ങളും പൗരാവകാശങ്ങളും അനുഭവിക്കാൻ പ്രാപ്തനാക്കുന്നു. നൽകിയിരിക്കുന്ന ചാർട്ട് ശ്രദ്ധിക്കൂ. ഒരു രാഷ്ട്രം പൗരന് അവകാശങ്ങൾ ഉറപ്പു നൽകുമ്പോൾ പൗരൻ രാഷ്ട്രത്തിന് വേണ്ടി ചില കടമകൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കടമയും അവകാശങ്ങളുടെയും പരസ്പര ബന്ധത്തിലൂടെയാണ് രാഷ്ട്രവും പൗരനും അടുത്തിടപഴകാൻ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. ജനാധിപത്യം എന്ന ആശയത്തിൻ്റെ ശക്തി പ്രാപിക്കലോടുകൂടി പൗരത്വം വളരെ പ്രധാനപ്പെട്ട ഘടകമായി മാറി. ജനാധിപത്യ വ്യവസ്ഥ ഭരണനിർവഹണത്തിൽ പൗരൻ്റെ പങ്കാളിത്തം രാഷ്ട്രീയ അവകാശങ്ങളിലൂടെ ഉറപ്പുവരുത്തുന്നു. ഒരു രാഷ്ട്രത്തിലെ പൗരന് മാത്രമേ രാഷ്ട്രീയ അവകാശങ്ങൾ ലഭിക്കുന്നുള്ളൂ. വിദേശികൾ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്നുണ്ടെങ്കിലും അവർക്ക് രാഷ്ട്രീയ അവകാശങ്ങൾ ലഭ്യമാകുന്നില്ല. സ്ക്രീനിൽ ശ്രദ്ധിച്ച് പൗരൻ്റെ അവകാശങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിൽ പൗരത്വം ലഭ്യമാക്കുന്നത് രണ്ട് തരത്തിലാണ്: ആർജിത പൗരത്വവും സ്വാഭാവികമായ പൗരത്വവും, അല്ലെങ്കിൽ സ്വാഭാവിക പൗരത്വം, ആർജിത പൗരത്വം. ഇതാണ് രണ്ട് തരം പൗരത്വം. ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം. ഒരു രാജ്യത്തിൽ ജനിക്കുന്നു എന്നുള്ളതുകൊണ്ട് ലഭ്യമാകുന്ന പൗരത്വം. എന്നാൽ ആർജിത പൗരത്വം ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടികൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം. പൗരത്വ നിയമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന യോഗ്യതകൾ എന്തെല്ലാമാണോ, അത്തരം യോഗ്യതകളുള്ള ആൾക്ക് മാത്രമേ ആർജിത പൗരത്വം സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ സ്വാഭാവിക പൗരത്വം ആ രാജ്യത്ത് ജനിക്കുന്ന എല്ലാവർക്കും ലഭ്യമാണ്.